അത് മിക്ക ആളുകളും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ എൻ്റെ ഒരു തീരുമാനം അറിഞ്ഞ സമയത്ത് ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മുടെ സിനിമയിൽ ഒരു കരിയർ സ്പാൻ എന്ന് പറയുന്നത് ഒരു 10 വർഷമായിരിക്കും. അതിനുള്ളിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മണി എന്നുള്ളൊരു കാര്യമാണ് മെയിനായിട്ടുള്ളത്. പ്ലസ് സിനിമകളുടെ എണ്ണം കുറയില്ലേ എന്നുള്ളത്. ഞാനൊരു 2011 വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ സിനിമയെ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ നമുക്കിതൊന്നും അല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി. ഞാനിപ്പോൾ സിനിമയിൽ വന്നത് സിനിമ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല വന്നത്. സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കുണ്ടായിരുന്നില്ല. സിനിമയിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് വന്നു, പെട്ടെന്ന് സെലിബ്രിറ്റിയായി, പെട്ടെന്ന് കുറേ സിനിമകൾ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഗ്രാജുവലി ഓരോ സിനിമകൾ ചെയ്ത് പഠിച്ചു വന്ന ഒരാളാണ്. ഒരു 2012 കൂടിയിട്ട് എനിക്ക് കുറേ കൂടെയൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങി ചിത്രങ്ങൾ. എനിക്ക് വളരെയധികം എൻജോയ് ചെയ്തിട്ട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ എൻ്റെ ആഗ്രഹം കൂടാൻ തുടങ്ങി. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം, ഒരു ടൈപ്പിലുള്ള കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങരുത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ പറയും പോലെ ആ സമയങ്ങളിലൊക്കെ മണി എന്ന് പറയുന്ന മാറ്റർ നോക്കിയിട്ടും ചെയ്തിട്ടുണ്ട് സിനിമകൾ. പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാറിയിട്ട് ഇനി സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റാണ്, വളരെ റിലാക്സ്ഡാണ്. നല്ല സിനിമകൾ വരുമ്പോൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ മാത്രം ചെയ്യുക എന്നുള്ളൊരു ഡിസിഷൻ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു 2 മാസം വീട്ടിലിരിക്കേണ്ടി വന്നാലും സുഖം. ആ 2 മാസം എൻ്റേതായിട്ടുള്ള രീതിയിൽ, ഞാനൊരിക്കലും വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു മാസം സിനിമകളൊന്നും ചെയ്തില്ല, ആ ഒരു മാസം ഞാൻ ബിസി ആയിരിക്കും, എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞാൻ ബിസി ആയിരിക്കും. ഞാൻ ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ യോഗ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള വഴികൾ എപ്പോഴും എൻഗേജ്ഡ് ആവാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമകൾ വന്നാൽ, നല്ല സിനിമകൾ വന്നാൽ ചെയ്യാം. ഇപ്പോൾ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ ഞാൻ പറയുന്ന മെയിൻ ഡയറക്ടേഴ്സിൻ്റെ സിനിമകളല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടേഴ്സിൻ്റെ ചിത്രങ്ങളിൽ വിളിച്ചിപ്പോൾ തിയേറ്ററിൽ ഓടുന്ന ചിത്രങ്ങൾ എനിക്ക് വന്നിട്ടുള്ള, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല, ചിത്രങ്ങളൊക്കെ സ്റ്റോറി ആയിട്ട് പറയാനായിട്ടൊക്കെ ആ ടീമുകൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ പറയും പോലെ ചില സിനിമകൾ വിജയിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചില സിനിമകൾ വിജയിക്കുമ്പോൾ അയ്യോ അത് ചെയ്യാമായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ തോന്നാം. ചിലപ്പോൾ ക്യാരക്ടറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ സിനിമകൾ വിജയിച്ചില്ലെങ്കിൽ ശരിയായിരുന്നു, എൻ്റെ തീരുമാനം ശരിയായിരുന്നു, ആ ചിത്രം വിട്ടത് നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ അങ്ങേയറ്റം റിലാക്സ്ഡാണ്, നല്ല സിനിമകളുടെ മാത്രം പാട്ടാവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അന്യഭാഷയിൽ വളരെ റെയർ, ഒരു പരിധി വരെ ഈ പറഞ്ഞത് സത്യം തന്നെയാണ്. ഒരു ബംഗാളി അല്ലെങ്കിൽ മലയാളം ഭാഷയൊക്കെ വിട്ട് കഴിഞ്ഞാൽ തെലുങ്കൊന്നും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനേ പാടില്ല ഹീറോയിൻസിന് മികച്ച കഥാപാത്രം ലഭിക്കുന്നു എന്നൊക്കെ. വളരെ റെയറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലായി. ഇപ്പോൾ തമിഴ് എനിക്ക് തോന്നുന്നു, തമിഴിലിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മാറിയിട്ടുണ്ട് ട്രെൻഡ് സെറ്റർ. കന്നഡയിൽ ഇപ്പം ഞാൻ ചെയ്ത എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചിത്രം ചെയ്തത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ തുടക്കം അങ്ങനെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് നമ്മളെ തേടി വരുന്ന ചിത്രങ്ങൾ അതൊരു വിജയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ 3ാമത്തെ ചിത്രമായിരുന്നു മൈനയുടെ റീമേക്ക്, അതൊരു വിജയമായിരുന്നു. അപ്പോൾ അതൊരു ടൈറ്റിൽ റോള് അല്ലെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ ഒരു ചിത്രം വന്ന് അത് വിജയിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ സഹായിച്ചിട്ടുള്ളത്. പിന്നീട് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ ആ ഒരു ഔട്ട്ലുക്കിലായിരിക്കും ചിലപ്പോൾ വരിക, ഇവർ തുടക്കം മുതലേ ഇങ്ങനെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കഥാപാത്രമായിരിക്കണം, അങ്ങനെ സമീപിക്കുന്നവരായിരിക്കാം അധികവും. അങ്ങനെ അല്ലാത്തതുമുണ്ട്. പക്ഷേ എനിക്ക് കന്നഡയിൽ മലയാളം കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അത്രയും ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു ഭാഷയാണ് കന്നഡ. കാരണം മികച്ച കഥാപാത്രങ്ങൾ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഞാൻ അവിടെ ചെയ്തിട്ടുള്ള എല്ലാം മികച്ച കഥാപാത്രങ്ങളൊന്നുമല്ല, ഈ പറയും പോലെ തന്നെ മണിമാറ്റർ മാത്രം നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ ഈ പറയും പോലെ ഹീറോയുടെ ഒരു ഷാഡോ ആയിട്ട് ഉള്ള സിനിമകളും ഞാൻ ചെയ്തിട്ടുള്ളത് വേണം. കാരണം മലയാളത്തിൽ ഞാൻ ചെയ്യുമ്പോൾ മലയാളത്തിൽ എനിക്ക് വരുന്ന ഗ്യാപ്പ്, അതായത് സെലക്ട് ചെയ്യുമ്പോൾ
ബാലൻസ് വരുന്നൊരു ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയും പോലെ ചിലപ്പോൾ വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കന്നഡ പടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാം എന്നുള്ള രീതിയിൽ പോകുന്നത്. പക്ഷേ മറ്റ് ഭാഷകൾ നമ്മൾ ചിലപ്പോൾ ഒരു പേയ്മെൻറ്റ് ബേസിൽ നോക്കിയാലും എൻ്റെ മലയാളത്തിൽ നല്ല സിനിമകളുടെ മാത്രം ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്.